മോർണിംഗ് എല്ലാവർക്കും വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് നിങ്ങളുടെ ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടാവും നോക്കാം. ആൻഡ് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്താ നോക്കാം. നിങ്ങളുടെ ഇന്നത്തെ ദിവസം ആൻഡ് ഓക്കെ, ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യത എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒരു ഓവറോൾ എനർജി കളക്റ്റീവ് റീഡിംഗ് ആണ്. ഓക്കെ, എല്ലാവർക്കും മാച്ച് ആവണം നിർബന്ധമില്ല. പക്ഷേ അതിൽ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് റെസനേറ്റ് ആവാം, അല്ലെങ്കിൽ നമുക്ക് ഗൈഡൻസിൽ കിട്ടുന്നത് നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കാം. ഓക്കെ, അതാണ് ഇവിടുത്തെ ഉദ്ദേശം. ഓക്കെ, ലെറ്റ്സ് സീ. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ക്വീൻ ഓഫ് പെന്റക്കിൾസ് എല്ലാവരും 7 of cups and 7 of pentacles. 7 of cups, 7 of pentacles. ഓക്കെ, ചെറിയൊരു കൺഫ്യൂഷൻ കാണുന്നുണ്ട് എനിക്ക്. ഓക്കെ, വെരി ഗുഡ്. ഒരു കൺഫ്യൂഷൻ മൈൻഡ് കാണുന്നുണ്ട്. 2 of swords ആണ്. സോ ഒരു കൺഫ്യൂസ്ഡ് എനർജി, അതായത് ഒരു തീരുമാനം എടുക്കുന്ന തരത്തിൽ. ഇവിടെ മെയിനായിട്ട് എനിക്ക് തോന്നുന്നു ഒന്ന് കരിയറിൻ്റെ കാര്യമാണ് കാണുന്നത്. ഇത് നിങ്ങൾ വളരെ സ്റ്റേബിളായിട്ട് നിങ്ങളൊരു ഇപ്പം ലേഡീസ് ആവണമെന്നില്ല, ക്വീൻ ആയതുകൊണ്ട് ലേഡീസ് എന്നല്ല, ജെൻസ് ആയാലും ഓക്കെ, നിങ്ങളുടെ ഇത് കരിയറിനെയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കഴിവിനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള വ്യക്തിയാണ്, വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. കാര്യങ്ങളെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ അറിയാം, പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം, എല്ലാം ചിന്തിച്ച് ചെയ്യുന്ന ഒരു ആൾക്കാരാണ് നിങ്ങൾ. ഓക്കെ, ആക്ച്വലി അല്ലെങ്കിൽ അങ്ങനെ ആവണം എന്നുള്ള അഡ്വൈസ് ആയിരിക്കും. ഓക്കെ, ബട്ട് ഇവിടെ ഒരു ലേശം മേ ബി നിങ്ങൾ കൺഫ്യൂസ്ഡ് മൈൻഡ് ആവുന്നുണ്ട്. കാരണം ഇവിടെ 7-7 വന്നിട്ടുണ്ട്. ആക്ച്വലി 7-7 പോർട്ടൽ വരാൻ പോകുന്നു. ഇന്നല്ലല്ലോ, അല്ല നെക്സ്റ്റ് വീക്ക് അല്ലേ. ഓക്കെ, 7-7 പോർട്ടൽ വരാനും പോകുന്നുണ്ട്. സോ 7-7 ഇവിടെ എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ചില ചേഞ്ചസ് വരുന്നതായിരിക്കാം. 7 ചേഞ്ചിൻ്റെ അല്ല വിട്ട് ഞാൻ പറയുന്നത്. ഇവിടെ നിങ്ങളൊരു ഡിസിഷൻ, ഓക്കെ, അതായത് നിങ്ങളുടെ മനസ്സിൽ കുറേ കാര്യങ്ങൾ ഉണ്ടാവും. സോ അതിൽ എന്ത് വേണം, എന്തിനെ ചൂസ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ ആയിരിക്കാം. നിങ്ങൾ കുറേ ഇങ്ങനെ മനസ്സിൽ ലൈക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ കുറേ ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവാം, ചോയ്സസ് ഉണ്ടാവാം. എനിക്ക് മനസ്സിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, അതിനെക്കുറിച്ചായിരിക്കാം. ആൻഡ് ഇവിടെ എന്തിലൊക്കെയാണ് നിങ്ങൾക്ക് ആക്ച്വൽ ബെനിഫിറ്റ് വരുന്നത് എന്ന് ചിന്തിക്കുന്ന പോലെയാണ്. ഓക്കെ, ചിലതിൽ മീൻസ് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. അതിൽ ചിലത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതായത് ഏതിലാണ് നിങ്ങൾ എന്ത് എഫേർട്ട് ഇടുന്നത്, ഏതിനാണ് നിങ്ങൾക്ക് റിസൾട്ട് തിരിച്ച് കിട്ടുക എന്ന രീതിക്ക് ചിന്തിക്കുന്നതായിരിക്കാം. സോ ഒരു ചോയ്സ് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾക്ക് വേണ്ടാത്തത് മാറ്റുന്നതായിരിക്കാം, എനിക്ക് വേണ്ടാത്തത് വിട്ട് കളയുന്നതായിരിക്കും. കാരണം ഇവിടെ എനിക്ക് മെയിൻലി ഇവിടെ ഒരു ഗ്രോത്തിൻ്റെ ഒരു കാര്യമാണ് കാണുന്നത്. സോ ഇതിങ്ങനെ എടുക്കാം നമുക്ക്. ഈ ഒരു കൺഫ്യൂഷൻ ഇങ്ങനെയാണ്, ലൈക്ക് നിങ്ങൾ ഏത് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ലൈഫിൽ വേണ്ടത്, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളൊരു തീരുമാനം, പ്ലസ് അതിൽ ഏതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം, ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്തത് നിങ്ങൾ എന്തൊക്കെയാണ്, ഏതിലൊക്കെയാണ് നിങ്ങൾ എനർജി, പൈസ ആയാലും ശരി, പണമായാലും ശരി, എന്താ പറയുക, എഫേർട്ട് ആയാലും ശരി, നിങ്ങളുടെ സമയമായാലും ശരി, നിങ്ങൾ എന്തിലൊക്കെയാണ് നിങ്ങളുടെ സമയം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതിൽ നിന്ന് ഏതാണ് നല്ലത്, ഏതാ നല്ലതല്ലാത്തത്, നിങ്ങളൊന്നും എല്ലാത്തിനെയും തരം തിരിച്ച് കാണുന്ന പോലെയാണ്. ഇതിൽ നമ്മൾ മുൻപ് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ, അതിലേതായിരുന്നു നല്ലത്, ഏതായിരുന്നു നല്ലതല്ലാത്തത്, ഓക്കെ, ചില കാര്യങ്ങൾ വിട്ട് കളയുന്ന ആ ഒരു തീരുമാനം എടുക്കുന്ന ഒരു സമയമാണ് എനിക്കിവിടെ കാണുന്നത്. സോ വാട്ട് വി നീഡ് ടു കീപ്പ് ഇൻ അവർ ലൈഫ്, അല്ലെങ്കിൽ വാട്ട് വി നീഡ് ടു ലെറ്റ് ഗോ എന്ന് പറയുന്ന പോലെ. ഓക്കെ, ചിലതിലേക്ക് നമ്മൾ ഇനിയും മുന്നോട്ട് എഫേർട്ട് ഇടണോ വേണ്ടേ എന്ന രീതിക്കുള്ള ചിന്തയായിരിക്കാം. കാരണം ഇവിടെ 10 of swords 10 of cups ആണ് കാണുന്നത്. സോ വളരെ ആക്ച്വലി അതിന് ശേഷം കിങ് ഓഫ് സോർട്സ്. ഓക്കെ, നിങ്ങൾ ചിലത് വെട്ടി മാറ്റുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത് ലൈഫിൽ നിന്ന്. ഓക്കെ, കിങ് ഓഫ് സോർട്സ് എനർജി ഉണ്ട് ഇവിടെ. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ലൈഫിന് നല്ലതല്ലാത്തത് നിങ്ങൾ വെട്ടി മാറ്റുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ബട്ട് അതിനുവേണ്ടി തീരുമാനം എടുക്കാനുണ്ട്. തെറ്റ് ഏതാണ് നല്ലത്, ഏതാണ് നല്ലത്, ഇതുവരെ ഉള്ളതെല്ലാം അനലൈസ് ചെയ്യുന്ന പോലെയാണ്. അനലൈസിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ചെയ്തതിനെ എടുത്ത് നോക്കുക, എന്നിട്ട് അതിൽ ഏതായിരുന്നു നല്ലത്, ഏതായിരുന്നു നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടിയത്. ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ സ്വാർത്ഥതയോടെ അല്ല ഞാൻ പറയുന്നത്, ആ രീതിക്കല്ല. ഓക്കെ, അത് മനസ്സിലാക്കുക, അങ്ങനത്തെ അല്ല പറയുന്നത്. ബട്ട് നമ്മൾ ലൈഫിന് എന്തായാലും നമ്മൾ വെറുതെ കളഞ്ഞ കാര്യങ്ങൾ, ഓക്കെ, വെറുതെ സമയം കളഞ്ഞത്, വെറുതെ എഫേർട്ട് കളഞ്ഞത്, ഓക്കെ, അതിനെ നമ്മൾ റിമൂവ് ചെയ്യാണ്. അത് നിങ്ങളുടെ ലൈഫിന് മുന്നോട്ട് നല്ലതല്ല എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കുന്നതുണ്ട്. 10 of swords ആണ്. ഓക്കെ, ചിലത് ലെറ്റ് ഗോ ചെയ്യേണ്ടതുണ്ട്, ചിലത് അവസാനിപ്പിക്കേണ്ടതുണ്ട് നിങ്ങൾ എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഇവിടെ അതിന് ശേഷം 10 of cups ആണ്. രണ്ടും 10-10 ആണ്. സോ എൻഡിങ് ആൻഡ് എ ന്യൂ ബിഗിനിങ് എന്ന രീതിയിലാണ്. ഓക്കെ, ഇവിടെ എൻഡിങ് ഉണ്ടെങ്കിൽ അതിന് ശേഷം ഒരു ന്യൂ ബിഗിനിങ്, നിങ്ങൾക്ക് സന്തോഷവും കാണുന്നുണ്ട്. 10 of cups ആണ്. വളരെ ഹാപ്പി ആയിട്ടാണ് കാണുന്നത്, വളരെ ഹാപ്പിനെസ്, സന്തോഷം, ഫാമിലി വൈസ് ആയാലും നിങ്ങളെ മെൻ്റലി ഇമോഷണലി നിങ്ങൾ ഹാപ്പിനെസ് ഫീൽ ചെയ്യുക, സന്തോഷം ഫീൽ ചെയ്യുക എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഈ ഒരു തീരുമാനമാണ് മെയിൻ. നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. ഓക്കെ, പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് നിങ്ങളോട് ഒരു ആക്ഷൻ എടുക്കാനാണ് പറയുന്നത്. ഓക്കെ, ചിലത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ വെറുതെ നമ്മൾ പറയില്ലേ, ഒരു വേണ്ടാത്ത ചിലത് നിങ്ങൾ എപ്പോഴും ക്യാരി ചെയ്യുന്നുണ്ടാവും, അതിന് ചിലതിനെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യേണ്ടതുണ്ട് എന്നാണ്. ഓക്കെ, അതിനുശേഷം പക്ഷെ നിങ്ങൾക്ക് സന്തോഷം വരുന്നു എന്ന രീതിക്കുമാണ്.
ബട്ട് ഇന്നത്തെ ദിവസം ഐ തിങ്ക് നിങ്ങൾ ഇപ്പം ഇന്നത്തെ എനർജി നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു കൺഫ്യൂസ് സ്റ്റേറ്റിലാണ്. ഓക്കെ, നിങ്ങളത് തീരുമാനിക്കാനുണ്ട് ഏതാണ് നിങ്ങൾക്ക് നല്ലത്, ഏതാണ് നിങ്ങൾക്ക് ബെനിഫിറ്റ് തരുന്നത്. ഓക്കെ, കരിയറിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കണോ അതോ വേറെ എന്തെങ്കിലും കോൺസെൻട്രേഷൻ കൊടുക്കും. സോ കുറേ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ച് തീരുമാനം എടുക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് ഇവിടെ മെയിൻ ആയിട്ട് ഇന്നിപ്പോൾ. ഓക്കെ, ഇന്നത്തെ എനർജി ഐ തിങ്ക് ആ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് ഉണ്ട്. നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നല്ല കാര്യമാണ്, വളരെ നല്ല കാര്യം തന്നെയാണ്. ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കൂ. ഓക്കെ, നന്നായിട്ട് ആലോചിക്കുക. നിങ്ങൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളിൽ എന്താണ് നിങ്ങൾക്ക് ബെനിഫിറ്റ് തന്നിട്ടുള്ളത്, ഏതാണ് നിങ്ങൾ വെറുതെ സമയം കളഞ്ഞിട്ടുള്ളത് ഒന്ന് നോക്കാം. ഓക്കെ, എൻഡിങ് ഞാൻ നേരത്തെ പറഞ്ഞു, ചിലത് നിങ്ങൾ ഫൊർഗീവ് ചെയ്ത് വിടാനുണ്ട്. ഹും ഡു യു നീഡ് ടു ഫൊർഗീവ് ആൻഡ് റിലീസ് ഓൾഡ് ആങ്കർ, റിസെൻമെന്റ്. ഓക്കെ, ആസ് യു റിലീസ് ഓൾഡ് ആങ്കർ ഓർ റിസെൻമെന്റ് യു വിൽ ഫൈൻഡ് ദാറ്റ് യു വിഷസ് വിൽ കം ട്രൂ എന്നാണ് പറയുന്നത്. ഞാൻ എന്താ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തോ സന്തോഷങ്ങൾ വരാൻ പോകുന്നു, നിങ്ങൾക്ക് ഹാപ്പിനെസ് വരുന്നു എന്ന് പറഞ്ഞു. ബട്ട് അതിന് വേണ്ടിയിട്ട് ചിലത് നിങ്ങൾ അവസാനിപ്പിച്ച് കളയാനുണ്ട്. ഓക്കെ, ചില ലൈക്ക് ഇപ്പം നിങ്ങൾ ആരെങ്കിലും വേദനിപ്പിച്ചായാലും ശരി, നിങ്ങൾ എന്തെങ്കിലും വേണ്ടാത്ത നമ്മൾ പറയില്ലേ ലൈഫിൽ നല്ല അല്ലാത്തുണ്ടെങ്കിലും ശരി, അതിനെ വിട്ട് കളയുമ്പോൾ നിങ്ങൾ മാപ്പ് കൂടി കൊടുക്കാം. ഓക്കെ, അതിൽ നിൽക്കണം എന്നല്ല, അതിനെ വിട്ട് കളയുക, ലെറ്റ് ഗോ ചെയ്യുക. പക്ഷെ അവർ ഫൊർഗിവ്നെസ്സും കൊണ്ടുവരണം എന്നുള്ളതാണ്. ഓക്കെ, ചില നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനുണ്ട്. ആരെയും നിങ്ങൾ ഫൊർഗീവ് ചെയ്യാനുണ്ട് എന്നാണ് പറയുന്നത്. സോ ഓക്കെ, do some research, you need more information about the situation, look into it further before proceeding. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിലും നിങ്ങൾ കൂടുതൽ ചിന്തിക്കാനുണ്ട്. ഓക്കെ, നിങ്ങൾ അനലൈസ് ചെയ്യാനുണ്ട്, കാര്യത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുണ്ട്, സിറ്റുവേഷൻസിനെ കുറിച്ച്. ഓക്കെ, നിങ്ങൾ അവിടെ എന്താണ് ചെയ്യേണ്ടത്, അവിടെ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ഇൻവെസ്റ്റ് ചെയ്യണം, എന്ത് ടൈം കൊടുക്കണോ, എനർജി കൊടുക്കണോ, മണി വേണോ, ഐ തിങ്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അനലൈസ് ചെയ്യുക. ആൻഡ് അതിനുവേണ്ടി റിസർച്ചും പറയുന്നുണ്ട്. റിസർച്ച് എന്ന് പറയുമ്പോൾ മേ ബി ജസ്റ്റ് കാര്യങ്ങൾ അന്വേഷിക്കലായിരിക്കാം. ഓക്കെ, പഠിക്കാനുള്ളതാണെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുക, കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഓരോ കാര്യത്തിൻ്റെയും. Okay, and affirmations. Okay, to lift up your thoughts and energy to attract what you desire, use positive affirmations. Okay, നിങ്ങൾ പോസിറ്റീവായിട്ട് അഫർമേഷൻ ചെയ്യാം. ഓക്കെ, അതായത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റാനാണെങ്കിൽ, ഇപ്പോൾ കൺഫ്യൂഷൻ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് അഫർമേഷൻസ് പറയാം. എൻ്റെ ലൈഫിലെല്ലാം വളരെ നല്ലതായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് അവനവനോട് പോസിറ്റീവായിട്ട് പറയാം. എന്തെങ്കിലും എൻ്റെ ലൈഫിൽ നല്ലതല്ലാത്തത് വിട്ടു പോകുന്നുണ്ടെങ്കിലും എനിക്ക് വേറെ നല്ലത് വരുന്നുണ്ട്. സോ ഞാൻ അഫർമേഷൻസ് ആയിട്ട് വേണമെങ്കിൽ താഴെ ഞാൻ ടൈപ്പ് ചെയ്തിടാം. എനിക്ക് എന്തെങ്കിലും പോസിറ്റീവ് അഫർമേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയത് ഈ സിറ്റുവേഷനിൽ നോക്കാം. ഡെയിലി നിങ്ങൾ അവനവനോട് അഫർമേഷൻസ് പോസിറ്റീവായിട്ട് തന്നെ പറയാം. കണക്ട് വിത്ത് നേച്ചർ പറയുന്നുണ്ട്, യു ആർ റീജുവനേറ്റഡ് ആൻഡ് ഇൻസ്പയർഡ് ബൈ സ്പെൻഡിങ് ടൈം ഔട്ട്ഡോഴ്സ്. ഓക്കെ, നിങ്ങളോട് പറയുന്ന കുറച്ചൊക്കെ സമയങ്ങൾ പുറത്ത് സ്പെൻഡ് ചെയ്യുക എന്ന് വെച്ചാൽ നേച്ചറിൽ സമയം സ്പെൻഡ് ചെയ്യുക, കുറച്ച് എവിടെയെങ്കിലും പുറത്ത് കൂടുതലും പുറത്തിറങ്ങാൻ ശ്രമിക്കുക, വീട്ടിലിങ്ങനെ അടച്ചുകൂടിയിരിക്കേണ്ട എന്ന രീതിയിലാണ്. ഓക്കെ, കൺഫ്യൂസ്ഡ് മൈൻഡ് ആയിട്ട് നിങ്ങൾ ഒരുപാട് ജസ്റ്റ് ചിന്തകളിൽ പെട്ടിരിക്കരുത്. ഓക്കെ, പുറത്ത് പോവുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുക. സോ നിങ്ങളെ ഒരു ഫ്രഷ് ആക്കി ഫീൽ ചെയ്യും നിങ്ങൾക്ക്. ഒരേ കാര്യമാണ് പറയുന്നത്, ഗെറ്റ് സം എക്സസൈസ്. നിങ്ങൾ കുറച്ചുകൂടി ഐ തിങ്ക് ഒന്ന് ഇമോഷണൽ ഹീലിംഗ് വരുന്നുണ്ട്. ഓക്കെ, ഇമോഷണൽ ഹീലിംഗ് ഇവിടെ എനിക്ക് കാണുന്നുണ്ട്. എന്തായാലും ചില വേദനകളോ വിഷമങ്ങളോ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. ആൻഡ് ഇവിടെ അഗൈൻ പറയുന്ന ആസ് യുവർ ഹാർട്ട് ഹീൽസ് ഓഫ് ഓൾഡ് ഇമോഷണൽ പെയിൻ യു റിസീവ് ന്യൂ ബ്ലെസ്സിങ്സ് എന്നാണ്. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ചിലത് നിങ്ങൾക്ക് വേദനിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ അതിനെ ഫൊർഗിവ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേറെ സന്തോഷങ്ങൾ, ന്യൂ ബ്ലെസ്സിങ്സ് വരുന്നു എന്നാണ്. ഓക്കെ, ബട്ട് അതിനുവേണ്ടി നിങ്ങളോട് ഇപ്പോൾ പറയുന്നത് ആക്റ്റീവ് ആവാനാണ് പറയുന്നത്. ഓക്കെ, ചിന്തിച്ചിരുന്നാൽ മതി. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ആ 7 of Cups നമ്മൾ പറയുന്ന ഒരുപാട് ചിന്തകളാണ് നമ്മൾ പറയുന്നത്. സോ അനലൈസിങ് എന്ന് വെച്ചാൽ മനസ്സിൽ ഇട്ട് ചിന്തിച്ചാൽ മാത്രം പോരാ, അതിന് വേണ്ടി റിസർച്ച് ചെയ്യുക, കാര്യങ്ങളെ കണ്ടുപിടിക്കുക, മനസ്സിലാക്കുക, ആക്ഷൻ എടുക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചെയ്യാനാണ് പറയുന്നത്. ഒന്ന് ആക്ച്വലി ഇത് എർത്ത്, ക്വീൻ ഓഫ് പെന്റിക്കിൾസും ഇതും എർത്ത് തന്നെയാണ്. സോ എവിടെയോ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഗ്രൗണ്ടഡ് ആയി നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും എന്നൊരു അഡ്വൈസാണ് ഇവിടെ. ആൻഡ് ഇവിടെ കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഒന്ന് മൂവ് ചെയ്യാൻ പറയുന്നുണ്ട്, പുറത്തിറങ്ങുക, നടക്കുക, എക്സസൈസ് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഒരുപാട് ഇതായിട്ടല്ല കേട്ടോ. ഓക്കെ, ചെറുതെങ്കിലും എന്തെങ്കിലും കുറച്ച് നേരം നടക്കുക, കുറച്ചൊന്ന് ആക്റ്റീവ് ആവുക, അത് നിങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇന്നത്തെ അഡ്വൈസ് ഇതാണ് നിങ്ങൾക്ക്. ഓക്കെ, അപ്പം നന്ദി, നമസ്കാരം.